ഇന്ത്യയുടെ സമുദ്രസേനയ്ക്ക് പുതിയ ശക്തി കൂടി ഉടലെടുത്തിരിക്കുകയാണ്. കൊച്ചി കപ്പൽശാലയിൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS മാഹി കപ്പൽ രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടു. ആഴം കുറഞ്ഞ ജലത്തിൽ അന്തർവാഹിനികളെ കണ്ടെത്താനും നശിപ്പിക്കാനും ശേഷിയുള്ള ഈ ആധുനിക കപ്പൽ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള നാവികസേനയുടെ ശക്തമായ ചുവടുവയ്പിന്റെ പ്രതീകമാണ്. നൂതന ആയുധങ്ങളും സെൻസറുകളും മൊബിലിറ്റി സവിശേഷതകളും സമ്പന്നമായ ഈ കപ്പൽ ഇന്ത്യയുടെ തീരദേശ സുരക്ഷ ഉറപ്പാക്കുന്നതിലും രാജ്യത്തിന്റെ സാങ്കേതിക സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിക്കും. ഇനി INS മാഹിയുടെ പ്രധാന സവിശേഷതകളിലേക്ക് കടക്കാം. പ്രതിരോധ ആക്രമണങ്ങളെ ശത്രുക്കളെ നേരിടുന്നതിനായുള്ള ആയുധങ്ങൾക്കും വിദ്യകൾക്കുമായി ഇന്ത്യ പല രാജ്യങ്ങളെയും ആശ്രയിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഒരു രാജ്യത്തെയും ആശ്രയിക്കാതെ സ്വന്തമായി തന്നെ തങ്ങളുടെ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അതിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു നെടുന്തൂൺ അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലാണ് ഇപ്പോൾ നാടിന്റെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്നത്. ആഗോള ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ട് ഇന്ത്യൻ നാവികസേന പുതിയ യുദ്ധക്കപ്പലായ INS മാഹി കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. തീരദേശ സുരക്ഷയ്ക്കും ആഴം കുറഞ്ഞ ജലാശയങ്ങളിലെ അന്തർവാഹിനി വിരുദ്ധ പോരാട്ടങ്ങൾക്കുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ കപ്പൽ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെയും സാങ്കേതിക സ്വയം പര്യാപ്തതയുടെയും വിജയഗാഥയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് പ്രതിരോധ മേഖലയിൽ ലഭിച്ച ഏറ്റവും വലിയ ഊർജമായി ഈ കമ്മീഷനിംഗ് മാറി. കൊച്ചി കപ്പൽശാലയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ അത്യാധുനിക കപ്പൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള നാവികസേനയുടെ ശക്തമായ ചുവടുവയ്പിനെ അടിവരയിടുന്നു. INS മാഹി ഒരു സാധാരണ പെട്രോളിംഗ് കപ്പലല്ല. ആന്റി സബ്മറൈൻ ആഴം കുറഞ്ഞ ജലക്കപ്പലായ ഇത് ശത്രുക്കളുടെ അന്തർവാഹിനി ഭീഷണികളെ കൃത്യതയോടെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും ശേഷിയുള്ളതാണ്. നവംബർ 24 പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ ഈ പ്രസ്താവന പ്രകാരം ഈ കപ്പലിൽ നൂതനമായ ആയുധങ്ങളും സെൻസറുകളും ആശയവിനിമയ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾ കൃത്യതയോടെ ഉപരിതല ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും നാവികസേനയെ സഹായിക്കും. ഇനി ഈ കപ്പലിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രവർത്തനശേഷി. ആഴമില്ലാത്ത വെള്ളത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നിലനിർത്താൻ INS മാഹിക്ക് സാധിക്കും. സാങ്കേതിക മികവ്. സാങ്കേതികമായി നൂതനമായ യന്ത്രങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട്. തദ്ദേശീയതയുടെ അഭിമാനം. കപ്പലിന്റെ ഓരോ 5 ഘടകങ്ങളിൽ 4 എണ്ണവും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ്. ഇന്ത്യൻ നാവികസേനയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേതാണ് INS മാഹി. നാവികസേനയുടെ അഭിപ്രായത്തിൽ കപ്പലിൽ ഫയർ പവർ, സ്റ്റെൽത്ത് മൊബിലിറ്റി എന്നിവയുടെ സംയോജനമുണ്ട്. അന്തർവാഹിനികളെ വേട്ടയാടാനും തീരദേശ പെട്രോളിംഗ് നടത്താനും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സമുദ്ര സമീപനങ്ങൾ സുരക്ഷിതമാക്കാനും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കടലിനടിയിലെ യുദ്ധശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ടോർപിഡോകളും അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകളും ഇതിൽ വഹിക്കുന്നു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച സങ്കീർണമായ പോരാളികളെ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഫീൽഡ് ചെയ്യാനും നമ്മുടെ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശേഷിയെ ഇത് അടയാളപ്പെടുത്തുന്നു. മേക്ക് ഇൻ ഇന്ത്യ മുന്നോട്ട് തന്നെയാണ്. പാരമ്പര്യമായി റഷ്യൻ നിർമ്മിത ഉപകരണങ്ങളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമായ തദ്ദേശീയ അടിത്തറയിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഈ പുതിയ കപ്പൽ സ്വദേശത്ത് വികസിച്ചെടുത്ത പരിഹാരങ്ങളിലൂടെയും നൂതന സാങ്കേതിക വിദ്യകളിലൂടെയും തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ സുസ്ഥിര ശ്രമങ്ങളെ അടിവരയിടുന്നതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശീയവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനത്തിൽ മാത്രമല്ല ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരവുമായ വെല്ലുവിളികളെ അതിജീവിച്ച സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിലും രാജ്യം മുന്നേറുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആയുധ നിർമ്മാതാക്കളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ സൗഹൃദ രാജ്യങ്ങളിലെ പ്രതിരോധ സ്ഥാപനങ്ങളെ ഇന്ത്യ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 1960കളുടെ ആരംഭം മുതൽ ഇന്ത്യയും റഷ്യയും പ്രതിരോധ മേഖലയിൽ ദൃഢമായ പങ്കാളിത്തത്തിലാണ്. ഈ ബന്ധം നിലനിർത്തുന്നതിനിടയിലും ഇന്ത്യയുടെ തദ്ദേശീയവൽക്കരണ നയം രാജ്യത്തിന്റെ വിദേശ സംഭരണ കരാറുകളിൽ പോലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ജൂലൈയിൽ റഷ്യ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച 8ാമത്തെ ക്രിവാക് ക്ലാസ് ഫ്രിഗേറ്ററായ തമിൽ കൈമാറിയപ്പോൾ കലിനിൻഗ്രാഡിലെ യാന്തർ കപ്പൽശാലയിലാണ് ഇത് നിർമ്മിച്ചതെങ്കിലും
ഇതിന്റെ ഘടകങ്ങളിൽ 26% ഇന്ത്യയിൽ നിന്നുള്ളതായിരുന്നു. നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങൾക്കും ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ മേൽനോട്ടം വഹിച്ചു. സൗഹൃദ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വിജയകരമായ നയമാണിത്. ഇന്ത്യൻ നാവികസേനയുടെ ഈ മുന്നേറ്റം ഭാവിയിലെ അവരുടെ വലിയ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2035 ആകുമ്പോഴേക്കും യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും എണ്ണം 200 ഉയർത്തുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. ഇത് 2037 ആകുമ്പോഴേക്കും 230 ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വികസനം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാദാതാവായി രാജ്യത്തെ മാറ്റുകയും ചെയ്യും. INS മാഹിയുടെ കമ്മീഷൻ ചെയ്യൽ ഇന്ത്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾ സ്വന്തമായി നിറവേറ്റാൻ കഴിവുള്ള ഒരു രാഷ്ട്രമായി മുന്നേറുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. INS മാഹി എന്നത് ഒരു കപ്പൽ മാത്രമല്ല, അത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സമയബന്ധിതമായ സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ്. തീരദേശ സുരക്ഷ ഉറപ്പാക്കാനും അന്തർവാഹിനി ഭീഷണികളെ അതിവേഗം നേരിടാനുമുള്ള ഈ കപ്പലിന്റെ ശേഷി തദ്ദേശീയ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമുള്ള രാജ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ തങ്ങളുടെ സമുദ്രശക്തി 230 കപ്പലുകളിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ആത്മവിശ്വാസത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായി INS മാഹി നിലകൊള്ളും. ഉറുമിയാണ് ഈ കപ്പലിന്റെ ഔദ്യോഗിക മുദ്രചിഹ്നം. മലബാറിലെ പ്രസിദ്ധമായ തീരദേശ പട്ടണമായ മാഹിയുടെ പേരാണ് കപ്പലിനിട്ടത്. കേരളത്തിന്റെ പോരാട്ടവീര്യത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും അടയാളമായ ഉറുമിയാണ് കപ്പലിന്റെ ഔദ്യോഗിക മുദ്രചിഹ്നം. തിരമാലകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഉറുമിയാണുള്ളത്. ചടുലത, കൃത്യത, മാരകമായ ചാരുത എന്നിവയുടെ പ്രതീകമാണിത്. തീരത്ത് വേഗത്തിൽ പ്രവർത്തിക്കാനും നിർണായക ഘട്ടങ്ങളിൽ പ്രഹരിക്കാനുമുള്ള കപ്പലിന്റെ കഴിവിനെ കൂടിയാണ് ഉറുമി സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തിന് പുതിയ ഊർജം പകർന്ന് കൊച്ചി കപ്പൽശാലയിൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS മാഹി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന് ശക്തി നൽകിക്കൊണ്ട് നമ്മുടെ പ്രതിരോധ രംഗം കൈവരിച്ച വലിയ നേട്ടമാണിത്. ആഴം കുറഞ്ഞ തീരദേശ ജലങ്ങളിൽ അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ ആധുനിക യുദ്ധക്കപ്പൽ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. ഇത് കേവലം ഒരു കപ്പലല്ല, മറിച്ച് നമ്മുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും സ്വന്തമായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള നമ്മുടെ ശേഷിയുടെയും പ്രതീകമാണ്. കേരളത്തിന്റെ തീരത്തുനിന്ന് പിറവിയെടുത്ത ഈ യുദ്ധക്കപ്പൽ നമ്മുടെ നാടിന്റെ സുരക്ഷാ കവചം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അഭിമാനത്തോടെ സഞ്ചരിക്കട്ടെ. ഡീസൽ വാട്ടർ ജെറ്റ് കപ്പലാണിത്. അതിനാൽ നല്ല വേഗതയും ഇതിനുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഈ യുദ്ധക്കപ്പൽ കരുത്തു പകരും. തീരദേശ സുരക്ഷ ഉറപ്പാക്കാനും അന്തർവാഹിനി ഭീഷണികളെ അതിവേഗം നേരിടാനുമുള്ള ഈ കപ്പലിന്റെ ശേഷി എന്തായാലും ലോകശക്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. 2037 230 യുദ്ധക്കപ്പലുകൾ ശത്രുക്കൾക്ക് പേടി സ്വപ്നമാവുകയാണ്. ഇത് ഇന്ത്യക്ക് അഭിമാന നിമിഷവുമായി മാറിയിരിക്കും. എന്തായാലും ഇന്ത്യയുടെ ഈ നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വരും വരെ നന്ദി.